Hello dear students. We have not yet started S4. S4 നമ്മൾ തുടങ്ങിയിട്ടില്ല. S3യുടെ തന്നെ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് തീരാനുണ്ട്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മോഡ്യൂൾ 4 അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ഒരു വലിയ ചാപ്റ്ററാണ്. ഇത് വലിയ ചാപ്റ്റർ ആണെന്നുള്ളത് മാത്രമല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററും കൂടി ആണ് ഈ അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് കണ്ടു. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് അമിനോ ആസിഡ്സും കണ്ടു. അതിൽ പ്രോപ്പർട്ടീസിൽ റിയാക്ഷൻസ് ഡ്യൂ ടു അമിനോ ഗ്രൂപ്പാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ കണ്ടു, ഡെഫിനിഷനൊക്കെ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പ്രോപ്പർട്ടീസിൽ റിയാക്ഷൻസ് ഡ്യൂ ടു അമിനോ ഗ്രൂപ്പ് നമ്മൾ കണ്ടു. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് റിയാക്ഷൻസ് ഡ്യൂ ടു കെമിക്കൽ പ്രോപ്പർട്ടീസിൽ റിയാക്ഷൻ ഡ്യൂ ടു അമിനോ ഗ്രൂപ്പ് കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് റിയാക്ഷൻസ് ഡ്യൂ ടു കാർബോക്സിൽ ഗ്രൂപ്പാണ്. ഓക്കെ, റിയാക്ഷൻസ് ഡ്യൂ ടു കാർബോക്സിൽ ഗ്രൂപ്പ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ആക്ച്വലി ഇതിനകത്ത് രണ്ടും അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും രണ്ടും ഒരുമിച്ച് പ്രസൻ്റ് ആയതുകൊണ്ട് ചില റിയാക്ഷൻസ് മാത്രമേ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള റിയാക്ഷൻസ് തരുള്ളൂ. ഓക്കെ, അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മാത്രം തരുന്ന റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ഉള്ളത് കൊണ്ട് തരുന്ന റിയാക്ഷൻസ് വേറെയാണ്. ഇനി റിയാക്ഷൻസ് വിത്ത് ആൽക്കലീസ്, അതാണ് ആദ്യത്തെ റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം അമിനോ ആസിഡാണ്. ആസിഡ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? സോൾട്ടും വാട്ടറും. അപ്പോൾ അമിനോ ആസിഡും റിയാക്ട്സ് വിത്ത് ആൽക്കലീസ് ടു ഗീവ് സോൾട്ട് ആൻഡ് വാട്ടർ. എവിടെയാണ് റിയാക്ട് ചെയ്യുന്നത്? കാർബോക്സിൽ ഗ്രൂപ്പിലെ OH. ആ OHൽ കാർബോക്സിൽ ഗ്രൂപ്പിലെ OH ആസിഡിക് ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ H വിൽ റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡിലെ OHുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ട് ഫോം ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് വാട്ടറും ആണ്. ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് ദ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡ് എടുത്ത് അതിനകത്തോട്ട് ആൽക്കലി ആഡ് ചെയ്താൽ ഇറ്റ് വിൽ ഫോം സോൾട്ട്. രണ്ടാമത്തെ റിയാക്ഷനാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. നമുക്കറിയാം ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഫോം ചെയ്യുന്നത് പോലെ തന്നെ ആസിഡ് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റാണ് എസ്റ്റർ. ഓക്കെ, എസ്റ്റർ ഫോം ചെയ്യാൻ ഒരു അസിഡിക് മീഡിയം വേണം. അപ്പോൾ നമ്മുടെ അമിനോ ആസിഡ് എടുത്ത് ഒരു അസിഡിക് മീഡിയത്തിൽ ആൽക്കഹോളുമായിട്ട് ഹീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ഗീവ് എസ്റ്റേഴ്സ്. സാധാരണ റിയാക്ഷൻ അല്ല, കുറച്ച് ഹീറ്റൊക്കെ ചെയ്താലേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ അമിനോ ഗ്രൂപ്പ്. അപ്പോൾ എസ്ട്രിഫിക്കേഷൻ നടക്കണമെങ്കിൽ വി ഹാവ് ടു ഹീറ്റ് ദ അമിനോ ആസിഡ് വിത്ത് ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് HCl. റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം അമിനോ ആസിഡ് സിട്രയോണായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് HCl ആഡ് ചെയ്ത് കാർബോക്സിൽ ഗ്രൂപ്പിനെ ഹൈലി അസിഡിക് ആക്കി മാറ്റും. എന്നിട്ട് അതിലോട്ടാണ് നമ്മുടെ ആൽക്കഹോൾ ROH എന്ന് പറയുന്ന ആൽക്കഹോൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ആ ആൽക്കഹോളിലെ OHും Hും കൂടെ റിയാക്ട് ചെയ്ത് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. കൂടത്തിൽ നമുക്ക് എസ്റ്റർ ഫോം ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ ഷോൺ ബൈ അമിനോ ആസിഡ്സ്. അടുത്ത റിയാക്ഷനാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ. അപ്പോൾ റിമൂവൽ ഓഫ് CO2, ഈ റിയാക്ഷനെയാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അമിനോ ആസിഡിൽ COOH ഗ്രൂപ്പ് ഉണ്ട്. ആ COH ഗ്രൂപ്പിൽ നിന്ന് CO2 ഗ്രൂപ്പിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സാണ് ഡീകാർബോക്സിലേഷൻ. It is carried out by the action of heat, bases, barium oxide or enzymes. അമിനോ ആസിഡിനെ ഡീകാർബോക്സിലേറ്റ് ചെയ്യാൻ ഹീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ബേസുകൾ ഉപയോഗിക്കാം,
ബേരിയം ഓക്സൈഡ് ഉപയോഗിക്കാം, ബേരിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ എൻസൈംസ്, ചില എൻസൈംസ് ഡീകാർബോക്സിലേഷൻ നടത്തും. ആ എൻസൈമുകളുടെ പേരാണ് ഡീകാർബോക്സിലേസസ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്? അമീൻസ് ആണ് ഉണ്ടാകുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പിൽ കാർബൺ ഡയോക്സൈഡ് പോയി കഴിഞ്ഞു, അപ്പോൾ പിന്നെ ബാക്കി ഉണ്ടാകുന്നത് അമീനാണ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ഇങ്ങനെയാണ്. RCH NH2COH അതിനെ ഹീറ്റ് ചെയ്യാണ്. അതല്ലെങ്കിൽ ബേസ് എന്ന് പറയുമ്പം NaOH KOH പോലെയുള്ള ബേസുകൾ ആഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ഡീകാർബോക്സിലേഷൻ നടക്കും. -CO2 കാർബൺ ഡയോക്സൈഡ് അതിൽ നിന്ന് റിമൂവ് ആയി പോകും. എന്നിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് അമീൻസ് ആണ്. നെയിം ദ പ്രോഡക്റ്റ് ഓഫ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ആൻഡ് ദ ആൻസർ ഈസ് അമീൻ, ദ കറസ്പോണ്ടിങ് അമീൻ. ഓക്കെ, ഇനി ഫൈനലി നമുക്ക് ഈ കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ ഫൈനൽ റിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് പോലുള്ള സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസി യൂസ് ചെയ്യുമ്പം അമിനോ ആസിഡ്സ് ആർ റെഡ്യൂസ് ടു അമിനോ ആൽക്കഹോൾ. അമീൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അമിനോ ആസിഡ്സ് എന്നാണ്. അമിനോ ആസിഡ്സ് ആർ റെഡ്യൂസ് ടു ആൽക്കഹോൾസ്. ഇത് നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. RCH NH2 ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് അത് സൈഡ് ചെയിൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? അമിനോ ആൽക്കഹോൾസ് ഫോം ചെയ്യും. എങ്ങനെയാണ് ആൽക്കഹോൾ ഫോം ചെയ്യുന്നത്? ഇവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. അവിടെ NH2 തന്നെയാണ്. എന്നിട്ട് ഇവിടെ COOH അല്ലേ, COOH നിന്ന് CH2OH ആയിട്ട് അത് മാറും. ഓക്കെ, ഇതാണ് റിഡക്ഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ഗീവ് അമിനോ ആൽക്കഹോൾസ്. So these are the reactions of amino acids with these are the reactions of carboxyl groups of amino acids. ഇനി നമുക്ക് കാണേണ്ടത് reactions due to both amino group and carboxyl group.